നമസ്കാരം. യുദ്ധം ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ഇറാനാണ്. പലരും പ്രതീക്ഷിച്ചിരുന്നു ഒരാഴ്ച കഴിഞ്ഞാൽ ഇറാൻ വീഴും, ശത്രുക്കൾ ശക്തരാണ്, അവരെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാൽ അവരുടെ കൂടെ വേറെയും ആളുകൾ കൂടും, അങ്ങനെ ആളുകൾ കൂടിയാൽ ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അങ്ങനെ തന്നെയായിരുന്നു ഭൂരിഭാഗം ആളുകളുടെയും ചിന്ത. പക്ഷേ അവരൊട്ടും പുറകോട്ട് പോയില്ല, ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോയില്ല, മുന്നോട്ട് തന്നെ നടന്നു. നിലപാടിൽ വെള്ളം ചേർത്തില്ല. അതേസമയം ശത്രുക്കൾ പലപ്പോഴും മലക്കം മറിഞ്ഞു, നിലപാടുകളിൽ മാറ്റം വരുത്തി. ട്രംപ് ഒരു ദിവസം 4-5 തവണ വാക്കുമാറും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ മൊസാദിനെ കുറ്റപ്പെടുത്തുകയാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ട്രംപ് എല്ലാത്തിനും കാരണം പീറ്റ് ഹെക്സത്ത് ആണെന്ന് പറഞ്ഞത്. ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവും അതേ വഴിയിലാണ്, എല്ലാത്തിനും കാരണം മൊസാദാണ് എന്നാണ് പറയുന്നത്. ഇസ്രായേലിലെ സൈനിക മേധാവി ഇയാൽ സമീർ പറയുന്നത് IDF തകർച്ചയുടെ വക്കിലാണ്, ഇവിടെ ആയുധങ്ങളില്ല, മനുഷ്യക്ഷാമം നേരിടുന്നു എന്നാണ് ഇയാൽ സമീർ പറയുന്നത്. എന്തായാലും ഇവിടെ ഇറാൻ ഇപ്പോഴും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. നിങ്ങളോട് വിട്ടുവീഴ്ചയില്ല, നിങ്ങൾ യുദ്ധം അവസാനിപ്പിച്ച് പോയാലും നിങ്ങളുടെ പുറകെ വന്ന് ഞങ്ങൾ പിടികൂടും. ഇതാണ് ഇറാന്റെ നിലപാട്. ആ കുരുന്നുകളെ കൊന്ന നിങ്ങളോട് ഒരിക്കലും ചർച്ചയ്ക്ക് ഞങ്ങളില്ല, നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. മാത്രമല്ല, ചില രാജ്യങ്ങളിലെ ജനങ്ങളോട് ഇറാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ഈ നന്ദി പറച്ചിലിന്റെ രീതിയും വളരെ വ്യത്യസ്തമാണ്. ഇസ്രായേലിനകത്തേക്ക് തൊടുക്കുന്ന ദീർഘദൂര മിസൈലുകളിൽ ഇപ്പോൾ ചില രാജ്യങ്ങളിലെ ജനങ്ങളോടും ചില രാജ്യങ്ങളോടും അവർ പ്രത്യേകം കടപ്പാടും നന്ദിയും അറിയിക്കുകയാണ്. നന്ദി പറയുന്നത് ഒന്ന് ജർമ്മനിയിലെ ജനങ്ങളോടാണ്, അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനങ്ങളോടാണ്, അതുപോലെ പാകിസ്ഥാനും ഫ്രാൻസിനും സ്പെയിനിനും ഒക്കെ പ്രത്യേകം നന്ദി പറയുന്നുണ്ട്. ഈ നന്ദി വാചകങ്ങൾ എഴുതി അത് മിസൈലിൽ ഒട്ടിക്കുകയാണ്. ആ മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് തൊടുക്കുന്നത്. ഈ ചിത്രങ്ങൾ വൈറലാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചില രാജ്യങ്ങളോട് പ്രത്യേകം നന്ദി പറയുമ്പോൾ ചില രാജ്യങ്ങളിലെ ജനങ്ങളോട് നന്ദി പറയുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ ജനങ്ങളോട് പ്രത്യേകം നന്ദി പറയുന്നുണ്ട്. കാരണം ഇന്ത്യയിലെ ജനങ്ങൾ ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ആളുകളാണ്. ഞങ്ങളോടൊപ്പം മനസ്സുകൊണ്ടും അതുപോലെ തന്നെ കഴിയും വിധത്തിലൊക്കെ ഞങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട്. ഇതാണ് ഇറാൻ പറയുന്നത്. ഈ ഒരു സമയത്ത് തന്നെ ഇവിടെ രാജ്യത്തോട് പ്രത്യേകിച്ച് നന്ദിയൊന്നും പറയുന്നില്ല, അല്ലെങ്കിൽ രാജ്യത്തെ ഭരണാധികാരികളോട് പ്രത്യേക നന്ദി വാക്കുകളൊന്നും ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഇവിടെ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേലിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശനം നടത്തി 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഇസ്രായേലും അമേരിക്കയും ചതിയിലൂടെ ഇറാനെ ആക്രമിച്ചത്. അതിനുശേഷം ഇറാനിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടായി. ഇറാന്റെ പരമോന്നത നേതാവിനെ ആദ്യ നീക്കത്തിൽ തന്നെ ഇസ്രായേലും അമേരിക്കയും വകവരുത്തി. സുഹൃത്ത് രാജ്യമായിരുന്നിട്ട് പോലും ഇന്ത്യ ഒരു അനുശോചനം അറിയിച്ചില്ല, പ്രതികരിക്കാൻ തയ്യാറായില്ല. 2-3 ദിവസം കഴിയേണ്ടി വന്നു ഇവിടെ ഔദ്യോഗികമായിട്ട് ഇന്ത്യയുടെ ഒരു അനുശോചന കുറിപ്പുണ്ടാകാൻ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മറ്റ് പ്രമുഖരായിട്ടുള്ള ആളുകളോ ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണത്തെ അപലപിച്ചില്ല. അവസാനം ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ തയ്യാറായത് അമേരിക്കൻ പ്രസിഡന്റിന് യുദ്ധം മതിയായപ്പോഴാണ്, അല്ലെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് യുദ്ധം മതിയായ ഒരു സാഹചര്യത്തിലാണ് എന്തെങ്കിലും 2 വാക്ക് പറയാൻ തയ്യാറായത്. എന്തായാലും ഇപ്പോൾ അത്തരക്കാരോടൊന്നും പ്രത്യേക നന്ദിയോ കടപ്പാടോ അറിയിക്കാതെ രാജ്യത്തെ ജനങ്ങളോടുള്ള കടപ്പാടും നന്ദിയും ഇറാൻ അറിയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഫ്രാൻസിനോടും പാകിസ്ഥാനോടും ഒക്കെ പ്രത്യേക നന്ദി അറിയിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ചർച്ചയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ പാകിസ്ഥാൻ ഇടപെട്ടിട്ടുണ്ട്, അതിന്റെ ഭാഗമായിട്ടായിരിക്കാം. എന്തായാലും അത്തരത്തിലുള്ള ചർച്ചയൊക്കെ ഇറാൻ തള്ളിക്കളഞ്ഞു. അതേസമയം ആ രാജ്യത്തോടുള്ള നന്ദി അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ട്രംപ് 10,000-ഓളം സൈനികരെ ഒക്കെ ഇറാനെ നേരിടുന്നതിന് വേണ്ടി ഇറക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. എന്തായാലും അനുമതിയില്ലാതെ ഈ ഹോർമൂസ് കടക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവരുടെ സ്ഥിതി ഗുരുതരമായിരിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സമയത്ത് തന്നെ ബ്രിട്ടനും ഫ്രാൻസും ഒരിക്കൽ കൂടെ അവർ പറയുന്നു, ഞങ്ങൾ യുദ്ധത്തിനില്ല, ഇറാനെതിരെ യുദ്ധത്തിനില്ല, അല്ലെങ്കിൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരു ഇടപാടിനും ഞങ്ങളില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ട്രംപ് വീണ്ടും ഒറ്റപ്പെടുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. നാറ്റോ രാജ്യങ്ങൾ നേരത്തെ തന്നെ ട്രംപിന്റെ ആവശ്യം തള്ളിക്കളഞ്ഞിരുന്നു. ഇപ്പോൾ ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ഒരിക്കൽ കൂടെ അവരുടെ അഭിപ്രായം വ്യക്തമാക്കിയിരിക്കുന്നു. ഈ ഒരു സമയത്ത് ഇവിടെ യുക്രൈനുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യ ഒരു കരാറിൽ ഏർപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി, അദ്ദേഹത്തെ ഇപ്പോൾ പലരും വിളിക്കുന്നത് ഡ്രോൺ സ്പെഷ്യലിസ്റ്റ് എന്നാണ്. അതായത് ഇറാനിൽ നിന്ന് റഷ്യ വാങ്ങിച്ച ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യ യുക്രൈനെ ആക്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിന് പ്രത്യേക പരിശീലനം യുക്രൈന് ലഭിച്ചിട്ടുണ്ടത്രേ. അത്തരത്തിലുള്ള ആളുകൾ അവിടെ ഉണ്ടത്രേ. അതുകൊണ്ടാണ് ഈ യുക്രൈനെ ഡ്രോൺ സ്പെഷ്യലിസ്റ്റ് എന്ന് വിളിക്കുന്നത്, യുക്രൈൻ പ്രസിഡന്റിനെ.
അദ്ദേഹമാണെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കാം, നിങ്ങൾക്ക് സുരക്ഷ ഒരുക്കാം, പ്രതിരോധിക്കാൻ എന്തൊക്കെയാണ് മാർഗങ്ങൾ എന്ന് പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഓടി നടന്നിരുന്നു. എന്തായാലും ഇപ്പോൾ യുക്രൈനുമായി സൗദി അറേബ്യ ഒരു കരാറിൽ ഏർപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുന്നു. ഈ വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇതുവരെ ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ട് റഷ്യയുടെ നേരിട്ടുള്ള പങ്കുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊന്നും പുറത്തു വന്നിരുന്നില്ല. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത റഷ്യയിൽ നിന്നും മാരക പ്രഹരശേഷിയുള്ള ഡ്രോണുകളും അതുപോലെ തന്നെ മറ്റു ആയുധങ്ങളും ഇറാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. വാർത്ത മാത്രമല്ല, വാർത്തയ്ക്ക് ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. മാർച്ച് തുടക്കം മുതലേ ഇത്തരത്തിലുള്ള ആയുധ ഇടപാടുകൾ നടക്കുന്നുണ്ട്. ഈ ഇടപാടുകൾ മാർച്ച് അവസാനത്തോടെ മാത്രമേ അവസാനിക്കൂ. ഈ ഒരു സമയത്തൊക്കെ റഷ്യയിൽ നിന്ന് ഡ്രോണുകളും അതുപോലെ തന്നെ മിസൈലുകളും മറ്റാവശ്യമായിട്ടുള്ള വസ്തുക്കളും റഷ്യയിൽ നിന്ന് ഇറാന് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും സൗദി അറേബ്യയും യുക്രൈനും ഒക്കെ ഒരു കൂട്ടുകെട്ടുണ്ടാക്കിയ സ്ഥിതിക്ക് നമ്മളായിട്ട് മാറി നിൽക്കണ്ട എന്ന ഒരു തീരുമാനത്തിൽ പുടിൻ എത്തിക്കാണും. അതുകൊണ്ടായിരിക്കാം ഇക്കാര്യം ഇപ്പോൾ തുറന്നു പറയാൻ തയ്യാറായിട്ടുള്ളത്. നേരത്തെ പരസ്യമായിട്ടുള്ള പിന്തുണയൊന്നും റഷ്യ ഇവിടെ പറഞ്ഞിരുന്നില്ല. ഞങ്ങൾ ഇറാനോടൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇറാനും അത് സമ്മതിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും റഷ്യയുടെ പങ്ക് കൃത്യമായി വ്യക്തമാകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പൂർണ്ണമായും ഈ യുദ്ധം ഇറാന്റെ നിയന്ത്രണത്തിലാണ്. ട്രംപും അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും സ്വന്തം നാട്ടിലെ ഇന്റലിജൻസ് സംവിധാനങ്ങളെ തള്ളിപ്പറയേണ്ട ഒരവസ്ഥയിലേക്ക് അവർ പോയി എന്നുള്ളതാണ് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് അവർക്ക് അവകാശപ്പെടാൻ കഴിയുന്ന പുരോഗതി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.